For me, കൂടൽക്കടവ് വയനാട്ടിലായിട്ടും ഇതുവരെ പോകാൻ പറ്റാത്ത ഒരു സ്ഥലമായിരുന്നു കൂടൽക്കടവ്. അൺഎക്സ്പെക്റ്റഡ് ആയി അവിടെ പോയ കഥയാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് കേൾക്കണ്ടേ? സമയം നട്ടുച്ച 12 മണി. അനിയന് മൊമോസ് കഴിക്കാൻ ഭയങ്കര ഒരു ആഗ്രഹം. അവിടെ എത്തിയപ്പോഴല്ലേ കഥ മാറിയത്. മൊമോസ് വൈകുന്നേരമേ തുറക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. അവിടുന്ന് അനിയൻ എന്നെ നോക്കി ഒരു ചിരിയൊക്കെ ചിരിച്ച് എന്നാൽ നമുക്ക് വണ്ടി എടുത്ത് വേറെ എവിടേക്കെങ്കിലും പോകാമെന്ന് പറഞ്ഞു. അതിനു മുമ്പ് അവനൊരു ജ്യൂസ് കുടിക്കണം എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അവനൊരു അവിൽ മിൽക്കും ഞാൻ അതേപോലെ ഒരു അനാർ ജ്യൂസും അങ്ങ് ഓർഡർ ചെയ്തു. എന്തായാലും ഉഷ്ണം ഉഷ്ണേന ശാന്തി എന്നാണല്ലോ. അങ്ങനെ നട്ടുച്ച 12 മണിക്ക് വീണ്ടും ഞങ്ങൾ ആ ഒരു സ്കൂട്ടി എടുത്ത് യാത്ര തിരിച്ചു. അവിടുന്ന് കംപ്ലീറ്റ് പ്ലാനും മാറ്റി സ്കൂട്ടി എടുക്കുന്നു, നേരെ കൂടൽക്കടവിലേക്ക്. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണല്ലോ. ബ്യൂട്ടിഫുൾ, വണ്ടർഫുൾ, മാർവലസ് എന്നൊക്കെ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്കവിടെ കണ്ടാൽ പറഞ്ഞു പോകും. ഒറ്റ നോട്ടത്തിൽ ഒരു രക്ഷയില്ലാത്ത സ്ഥലം. ഒരുപാട് പേര് മീൻ പിടിക്കുന്നു. എവിടെ ഫ്രെയിം വെച്ച് കഴിഞ്ഞാലും. അതായത് അതിലൂടെ നമ്മൾ ക്യാമറ എങ്ങോട്ട് തിരിച്ചാലും ആ ഒരു പച്ചപ്പും ആ ഒരു ആകാശത്തിൻ്റെ കളറും ഒക്കെ കൂടി ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ് കേട്ടോ. എന്തായാലും അവിടെ പണ്ട് മൊതലയും ചീങ്കണ്ണിയൊക്കെ ഉണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ അവിടെ ഒരു ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. വെള്ളത്തിലേക്ക് ഇറങ്ങരുത്, ഹൈ റിസ്ക്കാണ്, ഒരുപാട് ജീവൻ പൊലിഞ്ഞതാണെന്നൊക്കെയുള്ള രീതിയിൽ. വെള്ളം പിന്നെ നമുക്ക് പണ്ടേ പേടിയായതുകൊണ്ട് ഒരു ഇളനീരൊക്കെ കുടിച്ച് വയനാടിൻ്റെ ആ ഒരു ഗ്രാമഭംഗിയൊക്കെ ആസ്വദിച്ച് നേരെ വിട്ടു. മൊമോസ് കിട്ടാത്തതുകൊണ്ട് പതിവ് പോലെ മന്തി കഴിച്ച് ഞങ്ങൾ നിർവൃതി അടഞ്ഞു. അപ്പം അടുത്ത വ്ളോഗുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ.